രാവിലെ എന്തുവാ? നമുക്കൊരു ക്യാരറ്റ് സാലഡ് ഉണ്ടാക്കാം മുമ്മ. അതെ. ഓ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കാം മുമ്മ. നീ എവിടെ സമയത്തിന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞെങ്കിലും എനിക്കത് അത്ര അങ്ങോട്ട് വിശ്വാസമല്ല. എന്ത് വിശ്വാസം ഇല്ലാത്തത്? നീ അവിടുന്ന് വിളിക്കുമ്പോ പറയാറുണ്ടല്ലോ ഇവിടുത്തെ ഭക്ഷണം കഴിക്കാൻ കൊതിയാവുന്നു. പക്ഷെ ഇവിടെ വന്ന് നീ ഭക്ഷണമൊന്നും കഴിക്കുന്നത് ഞാൻ കാണുന്നില്ല. ഏത് സമയം കുറെ നാരങ്ങ വെള്ളം പിഴിഞ്ഞ് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്, അതിങ്ങനെ കുടിച്ചോണ്ടിരിക്കുക. അമ്മൂമ്മ സമ്മർ സീസൺ എന്തൊരു ചൂടാണ്, സഹിക്കാൻ പറ്റാനുള്ള. അതുകൊണ്ട് നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിരിക്കണം. കുറച്ച് അമ്മൂമ്മയും കുടിക്കുക കേട്ടോ. അമ്മമ്മ പാല് തിളപ്പിച്ചിരിപ്പുണ്ടോ? ഇരിപ്പുണ്ടല്ലോ. ആ കൊച്ചിനാണെങ്കിൽ പാല് കുടിക്കാൻ വിളിച്ചിട്ട് വരണ്ടേ? ഓ, 2 എണ്ണം കൊടുത്ത് ഞാൻ പിടിച്ചോണ്ട് വാ. ഓ, അതിന്റെ ഇങ്ങനെ തട്ടിയാ മതി, അപ്പൊ തന്നെ കാറി പൊളിക്കും. അതുകൊണ്ട് സിദ്ധുവിന്റെ മടി കയറി ഇരിക്കുകയാണ്. സോറി, നമ്പറിന്റെ കാര്യത്തിൽ അമ്മ കിടത്തി വെട്ടും മോള്. ആരുടെയാ മോള്? ഇനിയിപ്പോ രണ്ടുപേരും കൂടെ എന്റെ തലയിൽ കയറിക്കോ. ചേച്ചി, നോ വെറി വെൻ കുഞ്ഞമ്മ ഈസ് ഹിയർ. ഞാൻ നൈസായിട്ട് കൊച്ചിനെ പോയിട്ട് കൊഞ്ചിച്ചിങ്ങെടുത്തോണ്ട് വരാം. അതിന്റെ ആവശ്യമില്ല. ഒരുപാട് കൊഞ്ചിച്ചാലേ അവള് തലയെ കയറും. അല്ലെങ്കിൽ തന്നെ അഹങ്കാരത്തിന്റെ കൂടാണ് ഇപ്പൊ. யாரை பத்தி சொல்லிட்டு இருக்கீங்க? உங்களை பத்தி தான், அல்லாட யாரை பத்தி சொல்லான்? அன்னைக்கு இப்ப வந்து ஒடுக்கத்த ஜாடையான ஆண்டி. அப்படி யாரு சொன்னா? அம்மா சொன்னா, அல்லாட யாரு சொன்னான்? അമ്മ. ഓ, ദേ കിടക്കുന്നു. എന്റെ കൊച്ച എന്തോ പറയുന്നുള്ളത് മനസ്സിലാക്കാനുള്ള കഴിവില്ല. ഇത്രയും പ്രായമായില്ലയോ? உங்களுக்கு வர வர என்ன பிடிக்கிறதே இல்ல. இப்படி எல்லாம் சொன்னா நான் அப்படியே மதுரைக்கு கிளம்பி போயிடுவேன். കഥ പോയ വഴി നോക്കിയേ. கதையெல்லாம் மாத்த வேண்டாம். உங்களுக்கு இப்ப என்ன பிடிக்கிறதே இல்ல, அதுதான் எனக்கு நல்லா தெரியுது. രണ്ടും കൂടെ ഒന്ന് ചിരിക്കുന്ന ചിരി കണ്ടില്ലയോ? ഈ ചിരിക്കുന്ന എന്തിനാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം അതിനുണ്ടോ? അതൊട്ടില്ല താനും. ശിവ, നീ പോയ കൊച്ചിനെ വിളിച്ചോണ്ടേ. ഓക്കേ, വൈഫ് ഹിയർ വെൻ കുഞ്ഞമ്മ ഈസ് ഹിയർ. ചിൽ. லெச்சு, நேத்துக்கு கல்லுக்கு நான் ஒரு சப்பாத்தி கொடுக்க ட்ரை பண்ணேன். 2 வாய் தான் சாப்பிட்டான். ഞാനേ ഒരു ഓറഞ്ചും കൊണ്ട് ഇന്നലെ 3 മണിക്കൂറാണ് പുറകെ നടന്നത്. എന്നിട്ട് കഴിച്ചതോ ഒരൊറ്റ അല്ലി. നിങ്ങളെല്ലാവരെയും കല്ല് വെള്ളം കുടിപ്പിക്കും. പാറു, നീ ചെല്ലമ്മ അവളെ പോയി കുട്ടി. ഞാൻ കളിക്കാൻ അവളെ വിളിച്ചപ്പോ അവളുടെ കയ്യിൽ നിന്ന് എനിക്ക് ഒരെണ്ണം കിട്ടി. ഞാൻ ഇനി ആ വഴിക്ക്. അവളെന്ത് പറഞ്ഞാലും സപ്പോർട്ട് ചെയ്യുന്ന അവളുടെ അച്ഛനുണ്ടല്ലോ സിദ്ധു, അതിന്റെ അഹങ്കാരമാണ്. അത് ഞാൻ ഒരു ദിവസം തീർത്ത് കൊടുക്കും, നോക്കും. ചേച്ചിയുടെ വെർട്ടലൊക്കെ ഞങ്ങൾ എടുത്ത് നടക്കും, പക്ഷെ കല്ലുവിന്റെ അടുത്ത് നടക്കത്തില്ല. ഓ, കാണിച്ചു തരാം ഞാൻ. என்ன சொன்னாலும் சரி, கல்லு வந்து ரொம்ப சூப்பர் தான். செல்லமான குழந்தை. இப்படி ஒரு குழந்தைய கிடைக்கணும்னா புண்ணியம் செய்யணும் லட்சு. കുളന്തയ്ക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവളുടെ അഹങ്കാരവും ദേഷ്യവും അതിനാണ് പ്രശ്നം. നീ കൂടുതലൊന്നും പറയണ്ട. ഈ പ്രായത്തിലെ നീ ഇതിന്റെ 12ാം ചേഴമായിരുന്നു. ചേട്ടാ, ഇതൊന്നും കഷ്ടമാണ്. ഈ കല്ലിന്റെ കാര്യം പറയുമ്പോ ഉടനെ എന്തിനാണ് എന്റെ കാര്യമൊക്കെ എടുത്തിടുന്നത്? നമുക്ക് പണിയൊന്നുമില്ലേ? നീ നിന്റെ നാക്കൊന്ന് അടക്കി വെച്ചേ. ഞാനേ ഒരു കാര്യം പറയട്ടെ. പറഞ്ഞേട്ടെ. അല്ലെങ്കിൽ വേണ്ട, ശരിയാവില്ല. ഓ, ഇത് കേട്ടാ തോന്നുന്നു എന്നെ ഒന്നും പറയത്തില്ലെന്ന്. എന്തോ പറയാമെന്ന് വെച്ചാൽ പറ. ഞാനത് പറഞ്ഞു കഴിഞ്ഞാലേ ചിലപ്പോ ആ വിഷയം അമ്മമ്മയുടെ ഉള്ളിലിരുന്ന് നീറും. അത് ശരിയാവില്ല. വേണ്ട വേണ്ട, ഒരു നീറ്റിലില്ല. നീ അങ്ങ് പറഞ്ഞാ മതി. എനിക്കിപ്പോ പറയാൻ മനസ്സില്ല. എന്നാ പിന്നെ പറയണ്ട. നിന്റെ കുഞ്ഞാണോ എന്തോ? ഞാൻ വെറുതെ പോയിട്ട് ഇങ്ങനെ തൊട്ടേ ഉള്ളൂ. കാവം പറഞ്ഞോണ്ട് നിലവിളിച്ചോണ്ട്. ഞാൻ പറഞ്ഞില്ലേ സിദ്ധു ഉള്ളതിന്റെ അഹങ്കാരമാണ്. ശരി, ഓട്ടെല്ല് അതേ സ്പീഡ് തിരിച്ചു വരും ഇപ്പൊ.